എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിന്നൊരു ടേസ്റ്റി സേമിയ പുഡിംഗ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്ക് സേമിയ വേണം. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചെടുത്തതാണ്. പൊടിക്കുമ്പോൾ കാണിച്ചിട്ട് പിന്നെ ബട്ടർ വേണം, വാനില എസൻസ് വേണം, പിന്നെ കശുവണ്ടിയും മുന്തിരിയും വേണം. പിന്നെ നമുക്ക് നെയ്യ് വേണം. പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ള സാധനമാണ് കസ്റ്റാർഡ് പൗഡർ. ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പാല് വേണം. പിന്നെ നമ്മളൊരു പാനിലേക്ക് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ടേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇവിടെ കാഷ്യൂനട്ട് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമുക്ക് പീനട്ട് ഇടാം. ഞങ്ങളിവിടെ ഇട്ടിരിക്കുന്ന പീനട്ടാണ്. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് റോസ്റ്റായി വരണമല്ലോ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരിയും പീനട്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വറുത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ നെയ്യിലോട്ട് തന്നെ നമ്മൾ കുറച്ച് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മുടെ 10 രൂപയുടെ മറ്റേ അമൂല്യ പാൽപ്പൊടിയില്ലേ, അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അത് രണ്ടും കൂടെ. എന്നിട്ട് നേരത്തെ വറുത്ത് മാറ്റി വെച്ച പീനട്ടും മുന്തിരിയും കൂടെ നന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച ഒരു മിക്സ് നമുക്കത് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. രണ്ട് പാക്കറ്റ് പാല് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര ഏലക്കയും കൂടെയുള്ള ഇച്ചിരി മിക്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് കസ്റ്റേർഡിൻ്റെ മിക്സ് സെറ്റാക്കി വെക്കാം. ഇച്ചിരി കസ്റ്റേർഡ് പൗഡറും വെള്ളവും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സ്. കട്ടയില്ലാണ്ട് നന്നായിട്ട് ആ കസ്റ്റേർഡ് പൗഡർ നല്ല ഒരു രീതിയിൽ കൺസിസ്റ്റൻസിയിൽ വരണം.
എന്നിട്ട് പാൽ നന്നായിട്ടൊന്ന് തിളക്കാറൊക്കെ ആകുമ്പോൾ പാൽ നന്നായിട്ടൊന്ന് സെറ്റൊക്കെ ആയി വരുമ്പോഴത്തേക്കും കസ്റ്റേർഡ് മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കസ്റ്റേർഡ് മിക്സും പാലും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെയൊക്കെ ചൂടാറാൻ വേണ്ടി പാലും കസ്റ്റേർഡ് മിക്സും കൂടെ ഒഴിച്ച് ഇത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് ഏതിലോട്ടാണ് സെർവ് ചെയ്യേണ്ടത് അതിലേക്ക് നമുക്ക് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ച സേമിയ മിക്സ് ഇതിൻ്റെ അടിയിലെ ലെയറിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടാറിയിട്ട് മാത്രം ആ കസ്റ്റേർഡും പാലും കൂടെ വെച്ച ആ ഒരു ഇത് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. നന്നായിട്ട് ചൂടാറണം. കസ്റ്റേർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓരോന്ന് ലെയർ പോലെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ലെയർ പോലെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ചെയ്യണം. ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യണം. എന്നിട്ട് നെക്സ്റ്റ് ലെയറായിട്ട് നമ്മുടെ സേമിയ ഇട്ട് കൊടുക്കണേ. അങ്ങനെ തന്നെ എല്ലാ ലെയറും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ എല്ലാ ലെയറും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രീസ് ചെയ്യണം. ഒരു ദിവസം വരെ ഫ്രീസ് ചെയ്താലേ കറക്റ്റ് ആ ഒരു ടെക്സ്ചർ വരുള്ളൂ. ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയത് അമ്മയാണ്. അപ്പോൾ അമ്മേനെ ഞാൻ പറ്റുന്ന പോലെയൊക്കെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.